ഹലോ, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ദിസ് വെക്കേഷൻ സീരീസ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഹായ്, എൻ്റെ പേര് ശില്പ. വെൽക്കം ടു മൈ ചാനൽ. നമ്മളിപ്പോൾ നിൽക്കുന്നത് സാൽസ്ബർഗിലെ HBF എന്ന് പറയുന്ന സ്റ്റേഷനിലാണ്. ഇന്നിപ്പം 7:56 നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അതിൻ്റെ വീഡിയോസാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇൻസ്ബ്രൂക്ക് ആണ്. നമ്മളുടെ ട്രെയിൻ ഓൾറെഡി വന്നു, കുറച്ച് ലേറ്റ് ആവുകയാണ്. ലെറ്റ് മീ ഷോ യു എവറിത്തിങ് ഓൺ ദ വേ. അങ്ങനെ ഓടിപ്പടിച്ച് നമ്മൾ ട്രെയിനിൽ കയറി. ഞങ്ങളുടെ രണ്ടുപേരുടെ സീറ്റ് ഇങ്ങനെ ബാക്കിലും ഫ്രണ്ടിലും ആയിട്ടാണ്. ഒരാളിതാ ഇവിടെയാണ്. അപ്പോൾ അവിടെയും ഇവിടെ ആയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഈ ട്രെയിൻ ഇനി ഇൻസ്ബ്രൂക്കിൽ എത്തുന്നത് 9:45 ആണ് ടൈം കാണിക്കുന്നത്. നമ്മളതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് തൽക്കാലത്തേക്കിന് വാങ്ങിയിട്ടാണ് ട്രെയിനിൽ കയറിയത്. ഒരു ക്രോസോൺ, പിന്നെ ഒരു വെജ് സാൻഡ്വിച്ച് പോലത്തെ ഒരു ഐറ്റവും, അത് രണ്ടും വാങ്ങിയിട്ടാണ് കയറിയത്. പിന്നെ 2 കോഫി ടു ഗോയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഇൻസ്ബ്രൂക്ക് എത്തിയിട്ട് കാണാം. അതിനിടയ്ക്ക് നല്ല സീനറി ഒക്കെ വരുവാണെങ്കിൽ അതും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മൾ ഈ സാൽസ്ബർഗിൽ നിന്ന് ഇൻസ്ബ്രൂക്കിലേക്കുള്ള ട്രെയിനൊക്കെ ബുക്ക് ചെയ്തിരിക്കുന്നത് ഒമിയോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വഴിയാണ്. അപ്പോൾ ഒമിയോ ഈസ് ആൻ ഓപ്ഷൻ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു OBBയുടെ വെബ്സൈറ്റിലും ട്രെയിൻ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് അതും കൂടെ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇന്നിപ്പം അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റാണെന്ന് തോന്നുന്നു. ഇവിടെ ഇപ്പം വെയിൽ വന്നു. സാധാരണ നമ്മൾ എല്ലാ ദിവസവും സ്റ്റാർട്ട് ചെയ്യുമ്പം മഴയായിരിക്കും. ഇന്നിപ്പം സ്റ്റാർട്ട് ചെയ്യുമ്പം വെയിലാണ്. ഇനി അറിയത്തില്ല, നമ്മളിവിടുന്ന് പോകുന്നതുകൊണ്ട് ഇവിടെ വെയിൽ വന്നിട്ട് ഇനി ഇൻസ്ബ്രൂക്കിൽ മഴ പെയ്യുമോയെന്ന് അറിയില്ല. നോക്കാം, അവിടെ എത്തിയിട്ട് നോക്കാം. കാരണം മഴ പെയ്യുമ്പോഴാണ് തണുക്കുന്നത്. മഴയില്ലെങ്കിൽ മാനേജ് ചെയ്യാവുന്ന തണുപ്പൊക്കെ ഉള്ളു ഇവിടെ ഇപ്പം ഈ ഒക്ടോബർ ടൈമിൽ. അപ്പോൾ അവിടെ എത്തിയിട്ട് നോക്കാം. അങ്ങനെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ 9:45 ആയപ്പം ഇൻസ്ബ്രൂക്ക് HBFൽ എത്തി. ഇനി ഞാൻ നിങ്ങളെ ഒരു സൂത്രം കാണിച്ചു തരാം. ഇതാണ് ഇൻസ്ബ്രൂക്ക് HBF. ഇൻസ്ബ്രൂക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ ദ ആൽപ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ എവിടെ നോക്കിയാലും ആൽപ്സ് കാണാൻ പറ്റും. ഇതാ അങ്ങറ്റത്തുണ്ട്, കണ്ടോ? പിന്നെ ഇതാ അപ്പുറത്തുണ്ട്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പുറത്തേക്ക് ചെന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇൻസ്ബ്രൂക്ക് HBF. ഇൻസ്ബ്രൂക്ക് HBFൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് അവൈലബിൾ ആണ്. ബസ്, ട്രാം എല്ലാം ഇവിടെ തന്നെ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു IBIS ആണ്. 150 മീറ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ നമ്മൾക്കൊരു ട്രാവൽ കാർഡ് ആദ്യം എടുക്കാം. ട്രാവൽ കാർഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് മാത്രമല്ല, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പുറകെ പറയാവേ. നമ്മൾ ഇവിടെ HBFൻ്റെ തൊട്ടടുത്തുള്ളൊരു ഹോട്ടൽ IBIS ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ക്ലൈമറ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ വെയിലാണ്, പക്ഷെ തണുപ്പുണ്ടോയെന്ന് ചോദിച്ചാൽ തണുപ്പുമുണ്ട്. നമ്മളങ്ങനെ ഹോട്ടലിൽ പോയിട്ട് നമ്മളുടെ ലഗേജസ് ഒക്കെ അവിടെ ലോക്കർ റൂമിൽ വെച്ചു. ഇവിടെ എല്ലായിടത്തും തന്നെ ചെക്ക് ഇൻ ടൈം വരുന്നത് 3 PM ആണ്. അതുകൊണ്ട് നമുക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റിയില്ല. അത്ര നേരം അവിടെ വെയിറ്റ് ചെയ്യാനും പറ്റാത്തതുകൊണ്ട് ലോക്കർ റൂമിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ ഓൾഡ് സ്റ്റാറ്റിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അതിന് മുന്നേ നമ്മൾ സ്റ്റേഷനിൽ പോയി ഒരു ട്രാവൽ കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് 69 യൂറോസ് ആണ് ഇത്. അപ്പോൾ ഇവിടുത്തെ ട്രാവൽ കാർഡിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട്സ് മാത്രമല്ല, ഇവിടുത്തെ എല്ലാ അതായത് മ്യൂസിയംസ് അല്ലെങ്കിൽ പാലസ്, ഫോർട്ട്സ്, അവിടെ എല്ലാം കയറണമെങ്കിലും ആ ഒരു ട്രാവൽ കാർഡ് മതി. പിന്നെ കേബിൾ കാർസ്, ഇതെല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ട്രാവൽ കാർഡ് എടുത്തത്. പിന്നെ അതേപോലെ സൈറ്റ് സീയിങ് ബസ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിനും ഈ ട്രാവൽ കാർഡ് മതി. അപ്പോൾ അതുകൊണ്ട് ഒറ്റ ട്രാവൽ കാർഡിൽ നമുക്ക് എൻറ്റയർ ഇൻസ്ബ്രൂക്ക് കവർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ട്രാവൽ കാർഡ് എടുത്തത്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓൾഡ് സ്റ്റാറ്റിലാണ്, ഇൻസ്ബ്രൂക്കിലെ.
ഇതാണ് ഇൻസ്ബ്രൂക്കിന്റെ ഹാർട്ട് എന്നറിയപ്പെടുന്ന ഓൾഡ് സ്റ്റാറ്റ് അഥവാ ഓൾഡ് ടൗൺ. ആൽപ്സ് സറൗണ്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സിറ്റി കാണാൻ എന്ത് ഭംഗിയെന്ന് നോക്കിക്കേ. ഓൾട്ട്സ്റ്റാറ്റ് സെന്ററിൽ നിന്നും ഈ കാണുന്ന ഹെർസോഗ് ഫ്രീഡ്രിക് സ്ട്രീറ്റിലേക്കാണ് നെക്സ്റ്റ് ഞങ്ങൾ പോയത്. അവിടെ നേരെ കാണുന്നതാണ് ഓൾട്ട്സ്റ്റാറ്റ് സെന്റർ. അവിടുന്ന് നടന്ന് ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴാണ് ദ ന്യൂ കോട്ട് വിത്ത് ഗോൾഡൻ റൂഫ്. 15th സെഞ്ചുറിയിൽ എംപറർ മാക്സിമിലിയൻ പണി കഴിപ്പിച്ചതാണ് ഈ ഗോൾഡൻ റൂഫ്. 2657 ഗോൾഡ് പ്ലേറ്റഡ് കോപ്പർ ടൈൽസ് യൂസ് ചെയ്താണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അന്നത്തെ കാലത്ത് അവിടുത്തെ എംപറേഴ്സ് ജനങ്ങളോട് സംസാരിക്കാനാണ് ഈ ബാൽക്കണി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇൻസ്ബ്രൂക്ക് സിറ്റിയിലെ വൺ ഓഫ് ദ മേജർ അട്രാക്ഷൻസിൽ ഒന്ന് തന്നെയാണ് ഗോൾഡൻ റൂഫ്. നേരത്തെ ഞാൻ കാണിച്ചത് ന്യൂ കോട്ട് വിത്ത് ഗോൾഡൻ റൂഫ് ആയിരുന്നു. അവിടുന്ന് ഒരു റൈറ്റ് ടേൺ എടുത്ത് കുറച്ച് മുന്നോട്ട് വരുമ്പോഴത്തേക്കും ഇവിടുത്തെ ഹോഫ്ബർഗ് പാലസിലെത്തും. ഇതാണ് ഹോഫ്ബർഗ് പാലസ് വിത്ത് മ്യൂസിയം. അപ്പോൾ ആദ്യം നമ്മൾ മ്യൂസിയത്തിൽ കയറി, പക്ഷെ അവിടെ ക്യാമറ ഒന്നും അലൗഡ് അല്ലായിരുന്നു. നമ്മൾ വിയന്നയിലെ ഷോൺബ്രൺ പാലസിൽ പോയി അത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുമായിട്ട് ഏകദേശം സിമിലർ ആണ് ഇതിനകത്തെ റൂംസും കാര്യങ്ങളൊക്കെ, പക്ഷെ കുറച്ചും കൂടി ലാർജാന്ന് തോന്നുന്നു റൂംസ്. എനിവേയ്സ്, പിന്നെ അതേപോലെ മരിയ തെരേസയുടെയും അതേപോലെ മാക്സിമിലിയൻ്റെയും ഒക്കെ ലൈഫ് ഫുള്ള് ഈ മ്യൂസിയത്തിൽ കാണിക്കുന്നുണ്ട്. അവരുണ്ടായപ്പോൾ തൊട്ട് മരിച്ചിടം വരെയുള്ള ഡീറ്റെയിൽസ് ഫുൾ അതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാനും വായിക്കാനും ഒക്കെ ഇഷ്ടമാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇൻസ്ബ്രൂക്ക് കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഇവിടെ വേറെ ടിക്കറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇൻസ്ബ്രൂക്ക് കാർഡിന് അങ്ങനെ കുറച്ച് കുറച്ച് ഗുണങ്ങളുണ്ട്. അപ്പം എന്തൊക്കെയാണ് ഇൻസ്ബ്രൂക്ക് കാർഡിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതെന്ന് കറക്റ്റ് ഞാനിങ്ങനെ പോകും വഴി പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഹോഫ്ബർഗ് പാലസിൽ ടിക്കറ്റ് വേണ്ടായിരുന്നു, ഇൻസ്ബ്രൂക്ക് കാർഡ് മതിയായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നിടത്ത് ഇൻസ്ബ്രൂക്ക് കാർഡ് മതിയോ അല്ലയോ എന്ന് ഞാൻ അവിടെ ചെന്നിട്ട് പറയാം. അപ്പോൾ ഇന്നിപ്പം അത്യാവശ്യം നമുക്ക് വെയിൽ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഒരാശ്വാസം. ഇത്രയും ദിവസം മഴയായിരുന്നു. അപ്പോൾ ഹോഫ്ബർഗ് പാലസിൽ നിന്ന് ഇറങ്ങി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ഹോഫ്ബർഗ് പാലസിൽ നിന്ന് ഇറങ്ങി തൊട്ട് റൈറ്റ് സൈഡിലാണ് അടുത്ത നമ്മളുടെ സ്പോട്ട്, വിച്ച് ഈസ് ഹോഫ്കിർഷെ. അപ്പോൾ ഹോഫ്ബർഗ് പാലസിൽ നിന്ന് നമ്മൾ നേരെ കയറുന്നത് ഹോഫ്കിർഷെയിലേക്കാണ്. ഹോഫ്കിർഷെ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇവിടുത്തെ ഒരു ചാപ്പൽ, ഒരു കത്തീഡ്രൽ പോലത്തെ ആണെന്ന് തോന്നുന്നു. എനിവേസ് നമുക്കൊന്നുള്ളിൽ പോയി നോക്കാം. ഹോഫ്കിർഷെയിലേക്ക് എൻ്റർ ചെയ്യുമ്പം ഒരു ചാപ്പൽ, ഒരു ചേർച്ചായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ഇറ്റ് വാസ് മോർ ദാൻ ദാറ്റ്. 16th സെഞ്ചുറിയിലെ ഒരു എംപറർ ആയിരുന്നു ഫെർഡിനാൻഡ് 1. പുള്ളിയുടെ ഗ്രാൻഡ് ഫാദർ ആയിരുന്നു മാക്സിമിലിയൻ 1. ഈ മാക്സിമിലിയൻ 1ന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഹോഫ്കിർഷെ പണി കഴിപ്പിച്ചത്. ഈ കാണുന്നതാണ് മാക്സിമിലിയൻ 1ന്റെ ടോംബ്. ഇതിനെ സറൗണ്ട് ചെയ്ത് 28 ലാർജ് ബ്രോൺസ് സ്റ്റാച്യൂസ് കാണാൻ സാധിക്കും. ഈ സ്റ്റാച്യൂസ് റെപ്രസെന്റ് ചെയ്യുന്നത് മാക്സിമിലിയൻ 1ന്റെ ലൈഫിലുണ്ടായിരുന്ന കീ ഫിഗേഴ്സ് ആണ്. ആൻഡ് ദീസ് ആർ കോൾഡ് ഷ്വാസൻ മാൻഡർ അഥവാ ബ്ലാക്ക് മെൻ.
wish that God will restore Maximilian to the number of the living, or in other words, grant him eternal life. But who was this emperor who older in his attempts to explore? Burgundy and the former possessions of the Spanish kings in Europe and overseas. Repentant, purged of the carnal sins, that was how he wished to stand. He who fails to build a memorial to himself, a great-grandson donated large sums to the glory of their ancestor. At the center of the tomb kneels the Emperor Maximilian. Around him, his family. ഒരുപാട് ബ്യൂട്ടിഫുൾ അലീസും ബറോക്ക് ആർക്കിടെക്ചറിലുള്ള ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സും മോഡേൺ ബുട്ടീക്സും കഫേസും എല്ലാം കൂടി ചേർന്ന ഒരു അമേസിങ് സിറ്റിയാണ് ഇൻസ്ബ്രൂക്ക്. അങ്ങനെ നമ്മൾ ഹോഫ്കീർഷിയിൽ നിന്ന് ഇറങ്ങി. ഹോഫ്കീർഷി അടിപൊളിയായിരുന്നു കേട്ടോ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളതിൻ്റെ ചേർച്ച് ടിക്കറ്റ് മാത്രം എടുത്തിട്ടുള്ളായിരുന്നു. എഗെയിൻ നമ്മളുടെ ഇൻസ്ബ്രൂക്ക് കാർഡിനകത്ത് ഹോഫ്കീർഷിയുടെ ടിക്കറ്റും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ലഞ്ച് ടൈമായി. ലഞ്ച് കഴിക്കാനായിട്ട് ഇവിടെയുള്ള ഒരു പിസ്സ ഷോപ്പിൽ വന്നിരിക്കുകയാണ്. നമ്മളൊരു വെജ് പിസ്സ ആൻഡ് വൺ ടോർട്ടിലീനി എന്ന് പറഞ്ഞാൽ സ്പിനാച്ച് സ്റ്റഫ്ഡ് ആയിട്ടുള്ള ഒരു സ്പെഗറ്റി ആണെന്നാണ് ഇതിലെഴുതിയിരിക്കുന്നത്. നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ അടുപ്പിച്ചുകൊണ്ടെങ്കിൽ ഇത് മറ്റേ ഡംപ്ലിങ് പോലെ സ്റ്റഫ് ചെയ്തേക്കുമോ സ്പിനാഷ്. കണ്ടിട്ടൊരു ലസാനിയ പോലൊക്കെ ഉണ്ട്. പിസ്സ പിന്നെ നല്ലതായിരിക്കും. So after lunch now we are going to top of Innsbruck. അതിനു വേണ്ടിയിട്ട് we need to go to a station called Congress Station. അത് നമ്മൾ നേരത്തെ വന്ന ഹോഫ്ബർഗ് പാലസിൻ്റെ ഒക്കെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടുന്ന് ഒരു ഫെനിക്കുലർ എടുക്കണം, ഫോളോഡ് ബൈ 1 or 2 കേബിൾ കാർസ്. അങ്ങനെ നമുക്ക് ടോപ്പ് ഓഫ് ഇൻസ്ബ്രൂക്കിലെത്താം. അതിന് ടൈം എന്തെങ്കിലും ലിമിറ്റേഷൻ ഉണ്ടോ എന്ന് അറിയില്ല. ഏതായാലും നമ്മൾ പോയി നോക്കുകയാണ്. ലെറ്റ്സ് സീ. സോ ഇതാണ് നമ്മളുടെ ഫണിക്കുലർ. ഇതിൽ കയറി നമ്മൾക്ക് ഹംഗർബർഗ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ ടോപ്പ് ഓഫ് ഇൻസ്ബ്രൂക്കിലേക്ക് പോകാനായിട്ട് ആദ്യം നമ്മൾ കോൺഗ്രസ് സ്റ്റേഷനിൽ വന്നു. അവിടുന്ന് ഹംഗർബർഗിലേക്ക് ഒരു ഫണിക്കുലർ റൈഡ് എടുത്തു. അവിടുന്ന് നെക്സ്റ്റ് സ്റ്റോപ്പ് ആയിട്ടുള്ള സീഗ്രൂബിലേക്ക് നമ്മൾ ഒരു കേബിൾ കാർ എടുത്തായിരുന്നു പോയത്. So we took a cable car from Hungerberg to Seagrove. We are on our way to the top of Innsbruck. സീഗ്രൂബിൽ നിന്ന് ഒരു കേബിൾ കാറും കൂടി നമുക്ക് എടുക്കാനുണ്ട്. ഇപ്പോൾ തന്നെ ഏകദേശം നമുക്ക് എൻറ്റയർ ഇൻസ്ബ്രൂക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്ന ടോപ്പിൽ ചെല്ലുമ്പം 360 ഡിഗ്രിയിൽ നമുക്ക് വ്യൂ കിട്ടും. സോ ലെറ്റ്സ് സീ.
ഓ ഗൈസ്, നമ്മളിപ്പോൾ സി ഗ്രൂപ്പിലാണ്. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അവിടെ ആയിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ഇപ്പോൾ അവിടെ അധികം തിരക്ക് കാണുന്നില്ല. അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് മുകളിലേക്കുള്ള കേബിൾ കാർ എടുക്കാമെന്ന് വിചാരിച്ചു. തെന്നുന്നുണ്ട്. ഇനി ഒരു കേബിൾ കാർ കൂടെ എടുത്ത് മുകളിൽ പോകണം. ഇതല്ല ടോപ്പ് ഓഫ് ഇൻസ്ബ്രൂക്ക്, ഇത് സി ഗ്രൂപ്പ്. ഇവിടുന്ന് ഒരു കേബിൾ കാർ കൂടെ ഉണ്ട് മുകളിലേക്ക്. അവിടെ നിന്നാണ് ഏറ്റവും ബെസ്റ്റ് വ്യൂ. ഇത് തന്നെ ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടുന്ന് തന്നെ എല്ലാം കാണാൻ തോന്നുന്നല്ലേ ഏകദേശം. ഓ, ഇതേ പക്ഷിയൊക്കെ ഇതേ തലക്കൂടെ. പക്ഷിയല്ല, കാക്ക. ഇവിടെ നല്ല തണുപ്പുണ്ട്, മഞ്ഞൊക്കെ കാണാനുണ്ട്. ഏതായാലും മാൻ, ഇതാണ് സി ഗ്രൂപ്പ്. സി ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, ഒരു വ്യൂ പോയിന്റ് പോലെയാണെന്ന് തോന്നുന്നു. നമ്മൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നല്ല വെയിലാണെന്ന്. ശരിയാണ്, നല്ല വെയിലുണ്ട്, പക്ഷേ നല്ല തണുപ്പുമുണ്ട്. നല്ല ക്ലൈമറ്റാ അല്ലേ? മഴേനെക്കാട്ടിലും ഭേദം. ഏതായാലും മഴ പെയ്താൽ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് വെയിലും തണുപ്പും കൂടെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമ്മൾ നേരിട്ട് കാണുന്ന ഒരു ഭംഗി ഫോണിൽ എന്തായാലും കിട്ടുമെന്ന് തോന്നുന്നില്ല. എത്താറായോ? അങ്ങനെ സി ഗ്രൂപ്പിൽ നിന്നും ഫൈനൽ കേബിൾ കാർ എടുത്ത് നമ്മൾ ടോപ്പ് ഓഫ് ഇൻസ്ബ്രൂക്കിലേക്ക് പോയി. ടോപ്പ് ഓഫ് ഇൻസ്ബ്രൂക്കിന്റെ ശരിക്കുള്ള പേര് ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. നോട്ട്കെറ്റ് മൗണ്ടൻ റേഞ്ചസിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ കേബിൾ കാർസ് അറിയപ്പെടുന്നത് നോട്ട്കെറ്റ് കേബിൾ കാർസ് എന്നാണ്. നമ്മളിപ്പോ ഉള്ളത് ടോപ്പ് ഓഫ് ഇൻസ്ബ്രൂക്കിലാണ്. Oh my god. ശരിക്കും അതാണ് പോയിന്റ്. അങ്ങോട്ടേക്ക് ഇതുവഴി നടന്നു കയറണം. അതിന് നമുക്കിപ്പോൾ സമയമില്ല. വേണമെങ്കിൽ പോവാം, പക്ഷെ തിരിച്ച് നമ്മൾ ഈ മല മൊത്തം നടന്നിറങ്ങേണ്ടി വരും. അതുകൊണ്ട് നമ്മളത് സ്കിപ്പ് ചെയ്യുവാണ്. സ്കിപ്പ് ചെയ്യാന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഇതാണ് ടോപ്പ്. ആ കാണുന്നതാണ് ശരിക്കുള്ള ടോപ്പ്. തിരിച്ച് താഴേക്ക് പോകാനുള്ള ലാസ്റ്റ് കേബിൾ കാർ 5:30 അതുകൊണ്ടാണ് നമുക്ക് സമയം കിട്ടാഞ്ഞത്. ഞങ്ങൾ സി ഗ്രൂപ്പിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്തായിരുന്നു. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ വേണമെങ്കിൽ അത് അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടോപ്പിൽ വരെ പോകാവുന്നതാണ് കേട്ടോ. അങ്ങനെ ടോപ്പിൽ നിന്ന് നമ്മൾ കേബിൾ കാർ എടുത്ത് സി ഗ്രൂപ്പിൽ വന്നു. അവിടുന്ന് നെക്സ്റ്റ് കേബിൾ കാർ എടുത്ത് ഹങ്കർബർഗിലെത്തി. അവിടുന്ന് ലാസ്റ്റ് ഫർണിക്കുലർ താഴേക്ക് കുറച്ചും കൂടെ സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു.
ഹംഗർബർഗിൽ നിന്നും ഫണ്ണി കില്ലർ റൈഡ് എടുത്ത് നേരെ ഇൻസ്ബ്രൂക്കിൽ പോകുന്നതിന് പകരം നമ്മൾ ഇടയ്ക്ക് ഒരു സ്റ്റോപ്പിൽ ഇറങ്ങി, വിച്ച് വാസ് ദ ആൽപൈൻ സൂ. നമ്മുടെ നാട്ടിലെ കാക്കേനെ ഇവിടെ കൂട്ടിലിട്ടിട്ട് സൂവിൽ വെച്ചിരിക്കുന്നു. നമ്മളതിന് പൈസ കൊടുത്ത് കാണാനും കയറിയിരിക്കുന്നു. നമ്മൾ ആക്ച്വലി ഈ സൂവിൽ വന്നപ്പോൾ ഇത് ക്ലോസിങ് ടൈം ആയിട്ടുണ്ടായിരുന്നു. ഒരു 15 മിനിറ്റ്സ്, ഹാർഡ്ലി 15 മിനിറ്റ്സേ നമുക്കിതിനകത്തുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് അധികം ഒന്നും കാണാൻ പറ്റുമെന്ന് തോന്നില്ല. ഓടുമായിരുന്നു. ഈ ആൽപൈൻ സൂ ഇൻ ഇൻസ്ബ്രൂക്ക് എന്ന് പറയുന്നത് എൻറ്റയർ യൂറോപ്പിലെ ഹയസ്റ്റ് ഓൾട്ടിറ്റ്യൂഡിലുള്ള സൂ ആണ്. ഉണ്ടോ ഇവിടെ എന്തേലും? ഇതൊരു പെണ്ണല്ലേ? പരുന്തിനെയും കാക്കേനെയും ഒക്കെ കാണാൻ നമ്മൾ ഇൻസ്ബ്രൂക്കിലെ സൂവിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു കരടി ഉണ്ടായിരുന്നു, പക്ഷെ അതൊരു ചെടികളുടെ ഇടയിൽ ഒളിച്ചിരിക്കുക. ഓടി ക്ഷീണായി. അങ്ങനെ ഞങ്ങൾ സൂവിൽ നിന്ന് ഇറങ്ങി ഫണ്ണി കില്ലറിന് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴേക്കും സൺസെറ്റ് ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നല്ല സ്പീഡിലാണ് പോകുന്നത് അല്ലേ? ഗൈസ്, നമ്മളുടെ സെക്കൻഡ് ഡേ ഇൻ ഇൻസ്ബ്രൂക്കിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് സെക്കൻഡ് ഡേ ഇത്ര സ്പെഷ്യാലിറ്റി എന്ന്. എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം വഴിയേ. നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങട്ടെ, എന്നിട്ട് പുറത്ത് പോയിട്ട് ബാക്കി പറയാവേ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡേ ഇൻ ഇൻസ്ബ്രൂക്ക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും, നമ്മൾ ആദ്യം ഹോഫ്ബർഗ് പാലസിൽ പോയി, അത് കഴിഞ്ഞിട്ട് ഹോഫ് കീഷെ ആ ഒരു ചർച്ച് കവർ ചെയ്തു. പിന്നെ നമ്മൾ ടോപ്പ് ഓഫ് ഇൻസ്ബ്രൂക്ക് അവിടേക്ക് പോയി. അവിടേക്ക് പോയ കേബിൾ കാറ്, ഫണ്ണി കില്ലർ റൈഡ്, പിന്നെ വേറെ എന്തായിരുന്നു, തിരിച്ചു വരുന്ന വഴി നമ്മൾ ആൽപൈൻ സൂവിൽ പോയി, അവിടുത്തെ എൻട്രി, ഇതെല്ലാം നമ്മളുടെ ഇൻസ്ബ്രൂക്ക് സിറ്റി കാർഡിനകത്ത് ഇൻക്ലൂഡഡ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് എങ്ങും ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ ഇൻസ്ബ്രൂക്ക് സിറ്റി കാർഡ് എടുക്കുന്നത് നല്ലൊരു കാര്യമാണ്. ഐ വുഡ് റെക്കമെൻഡ് ഇറ്റ്. ഇനി നാളെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് ഈ കാർഡ് യൂസ്ഫുൾ അല്ല. പക്ഷേ ഇവിടെ ഇൻസ്ബ്രൂക്കിനകത്ത് സിറ്റിക്കകത്തുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, മറ്റ് ഈ സൈറ്റ് വിസിറ്റ്സ്, അതേപോലെ ഈ പറഞ്ഞ പോലെ കേബിൾ കാർസ്, ഫണ്ണി കില്ലർ റൈഡ്, അങ്ങനത്തെ എല്ലാത്തിനും സിറ്റി കാർഡ് മതി. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ 48 hours നിങ്ങളൊരു സിറ്റി കാർഡ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് നല്ലപോലെ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതിന് ഞാൻ ഗ്യാരണ്ടി. അപ്പം നമ്മളിപ്പോൾ എടുത്തിരുന്നത് 48 hours ആണ്. അതായത് 24 hours 59 euros, 48 hours 69 euros ആണ്. അതുകൊണ്ട് നമ്മൾ 69 ആണ് എടുത്തത്, 48 hours ആണ് എടുത്തത്. അപ്പോൾ 48 hours എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇൻസ്ബ്രൂക്ക് ഏറെക്കുറെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. നാളെ നമ്മൾക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. ഞാൻ നേരത്തെ കാണിച്ചല്ലോ നാളത്തേക്കുള്ള പ്രിപ്പറേഷനാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇഫ് the weather is favorable, we are planning for a hike in Europe. അപ്പോൾ നമ്മളുടെ ഒരു യൂറോപ്യൻ ഹൈക്കിംഗ് എക്സ്പീരിയൻസ് കാണണമെങ്കിൽ നെക്സ്റ്റ് വീഡിയോ വെയിറ്റ് ചെയ്തിരിക്കൂ. ഇൻ കേസ് നമ്മളുടെ ഈ ഒരു ക്ലൈമറ്റ് ഫേവറബിൾ അല്ലെങ്കിൽ ഒരു പ്ലാൻ ബി ഉണ്ട്. അപ്പോൾ പ്ലാൻ ബി ആണെങ്കിൽ നമ്മൾക്ക് സിറ്റി കാർഡ് ഇനിയും യൂസ് ചെയ്യാൻ പറ്റും.
അല്ല എന്നുണ്ടെങ്കിൽ, ക്ലൈമറ്റ് ഫേവറബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വേറൊരു ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു ഫാൻറ്റാസ്റ്റിക്, ഒരു മെസ്മറൈസിങ് ലൊക്കേഷനിലേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഹൈക്കിങ്. വി ബോത്ത് ആർ റിയലി എക്സൈറ്റഡ് ഫോർ ദിസ് വൺ. ബട്ട് അറിയില്ല നമ്മൾക്കൊന്നും. ഇവിടെ നമ്മൾ വന്നതിന് ശേഷം ഇവിടെ ക്ലൈമറ്റ് നമ്മൾ അൺപ്രഡിക്റ്റബിളാണ്. ചില ദിവസം മഴയായിരിക്കും, ചില ദിവസം വെയിൽ കാണുമെങ്കിൽ പെട്ടെന്ന് മഴയായിരിക്കും. അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മളിപ്പോൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് നാളെ നമ്മൾ ഈ ഒരു ഹൈക്കിങ് ചെയ്യാമെന്നാണ്. ഏത് ഹൈക്കിംഗ് ആണ് എന്ന് ഞാൻ വഴിയെ പറയാം. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ ബൈ. എനിക്ക് സിറ്റി കൂടി ഇങ്ങനെ നടക്കുമ്പോൾ മനസ്സിൽ കൂടി ഒരു പാട്ട് ഇങ്ങനെ വരുവാണ്. ഏതാണെന്ന് ചോദിച്ചാൽ, I reached my hotel. Good night.